10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അരുംകൊല ചെയ്യുമ്പോൾ ഇല്ലാത്ത കണ്ണീരുമായി ശ്രീപ്രിയ. തിരൂർ പുല്ലൂർ വലിയപറമ്പിലെ ക്വാർട്ടേഴ്സിൽ തെളിവെടുപ്പിനിടെയാണ് ശ്രീപ്രിയ നിയന്ത്രണം വിട്ട് കരഞ്ഞത്. കുഞ്ഞിന്റെ അരുംകൊല പുറം ലോകമറിയുന്നതിന് കാരണക്കാരിയായ ഉറ്റ ബന്ധു വിജയെ കണ്ടതോടെയാണ് ശ്രീപ്രിയ അലറിക്കരഞ്ഞത്. തെളിവെടുപ്പിന് ഇവരെ കൊണ്ടുവരുന്നതറിഞ്ഞാണ് വിജയ ക്വാർട്ടേഴ്സ് പരിസരത്ത് എത്തിയത്. ക്വാർട്ടേഴ്സിനകത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി വസ്ത്രങ്ങൾ കത്തിച്ച ഭാഗം കാണിക്കാനായി ശ്രീപ്രിയയും സംഘവും പുറത്തിറങ്ങി. അതിനിടെയാണ് ക്വാർട്ടേഴ്സിനരികിൽ നിന്നിരുന്ന വിജയയെ ശ്രീപ്രിയ കണ്ടത്. പോലീസുമൊത്ത് നടക്കുമ്പോൾ വിജയുടെ അടുത്തെത്തിയതോടെ ചേച്ചി എന്ന വിളിയോടെ വിജയുടെ മാറിലേക്ക് ശ്രീപ്രിയ ചാഞ്ഞു. വിജയുടെ മുഖത്ത് പൈതലിനെ കൊന്നുതള്ളിയ നടുക്കവും ആഘാതവും അപ്പോഴും പ്രകടമായിരുന്നു. ശ്രീപ്രിയയുടെ വാക്കുകൾക്ക് കാതു നൽകാതെ വിജയ ഒഴിഞ്ഞുമാറി. അപ്പോഴേക്ക് പോലീസും ഇടപെട്ടു. ശ്രീപ്രിയയുടെ കൈ തട്ടിമാറ്റി വിജയ മാറാൻ ശ്രമിച്ചപ്പോഴും ശ്രീപ്രിയ പിടിവിട്ടില്ല. 8-ാം വയസ്സിൽ പിതാവിനൊപ്പം കേരളത്തിലെത്തിയതാണ് പുത്തനത്താണി പുന്നത്തലയിൽ കുടുംബസമേതം താമസിക്കുന്ന വിജയ. ഇവരുടെ ഭർത്താവ് യാദൃശ്ചികമായി തിരൂരിൽ നിന്ന് ശ്രീപ്രിയയെ കണ്ടതോടെ നടത്തിയ അന്വേഷണമാണ് അരുംകൊലയുടെ ചുരുൾ നിവർത്തിയത്. ഭർത്താവും വിജയയും തിരൂരിലെത്തി ശ്രീപ്രിയയെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ തിരക്കിയതോടെ പരസ്പര വിരുദ്ധമായ മറുപടികൾ ശ്രീപ്രിയ നൽകി. അതോടെ നടത്തിയ ഇടപെടലുകളാണ് ശ്രീപ്രിയ ഉൾപ്പെടെയുള്ള കൊലയാളി സംഘത്തെ നിയമത്തിന് മുന്നിലെത്തിച്ചത്. ക്യാമറമാൻ ഷബീറിനൊപ്പം ജമാൽ ചേന്നര, എഡിറ്റർ ലൈവ്, തിരൂർ.